കലാശക്കൊട്ടിന് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കി. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയാണ് നമ്മോടൊപ്പം ഉള്ളത്. ശ്രീ ആന്റോ ആന്റണി, ഇന്നലെ DCC പ്രസിഡന്റ് സതീഷ് കൊച്ചുപറമ്പിൽ ജില്ലാ ഭരണാധികാരിക്ക് ഒരു പരാതി നൽകുകയുണ്ടായി. CPIM വ്യാപകമായി കള്ളവോട്ടിന് ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശ്രമിക്കുമെന്നാണ് DCC പ്രസിഡന്റിന്റെ പരാതിയിൽ പറയുന്നത്. ഈ ഒരു വിഷയത്തിൽ അങ്ങയുടെ പ്രതികരണം എന്താണ്? അല്ല, സഹകരണ ബാങ്കുകൾ ചെയ്ത പോലെ തന്നെ സഹകരണ ബാങ്കുകളിൽ കള്ളവോട്ട് ചെയ്യുന്ന ഇവിടുത്തെ വലിയൊരു ഗുണ്ടാ മാഫിയയുണ്ട്, ഡ്രഗ് മാഫിയയാണ്. ഈ തെരഞ്ഞെടുപ്പല്ലാത്ത കാലഘട്ടങ്ങളിൽ ഇവിടുത്തെ മയക്കുമരുന്നിന്റെ കച്ചവടം മുഴുവൻ ഇവരാണ്. 350 പേരുടെ യോഗമാണ് പാർട്ടി ജില്ലാ സെക്രട്ടറി ഒരു MLA ചേർന്ന് വിളിച്ചു ചേർത്ത്. അതിനുശേഷം അവർക്ക് കള്ളവോട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ള പരിശീലനമാണ്. അപ്പോൾ ഇവിടെ സ്ഥലത്തില്ലാത്തവരും വോട്ട് ചെയ്യാൻ എത്തിച്ചേരാൻ കഴിയാത്തതായ പ്രവാസികൾ, പുറത്ത് ജോലി ചെയ്യുന്നവർ, അവരുടെ എല്ലാം പേരിൽ ഫേക്ക് ആയിട്ടുള്ള ID കാർഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. CPM ഓഫീസുകൾ റെയ്ഡ് ചെയ്യണമെന്നാണ് ഇലക്ഷൻ കമ്മീഷനോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. LDF സ്ഥാനാർത്ഥി തോമസ് ഐസക് പറഞ്ഞത് പരാജയ ഭീതി കൊണ്ടാണ് UDF ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. പരാജയ ഭീതി കൊണ്ടാണ് ഈ കള്ള ID കാർഡ് ഉണ്ടാക്കാൻ നടക്കുന്നത്. ഞങ്ങൾക്ക് പരാജയ ഭീതിയില്ല, ഞങ്ങൾക്ക് ജനങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ പിന്തുണ. അതുകൊണ്ട് ഇത്തരം ഹീനമായ പ്രവർത്തനങ്ങളിൽ നിന്ന് ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ CPM പിന്തിരിയണമെന്നാണ് അഭ്യർത്ഥന. എത്ര വോട്ടിന്റെ ഭൂരിപക്ഷമാണ് പ്രതീക്ഷിക്കുന്നത്? എത്ര വോട്ടിന്റെ ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നു? വലിയ ഭൂരിപക്ഷമായിരിക്കും. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ജനങ്ങളും ഞങ്ങളോടൊപ്പമാണ്. വലിയ ഭൂരിപക്ഷത്തിൽ ഇക്കുറി UDF വിജയിക്കും എന്നാണ് UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണി പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.